പാഠം 968. സോപ്പുകൾ ഉണ്ടാവുന്നത്. ചായ കിട്ടിയില്ല. ഒരു 5 മിനിറ്റ് മോനട്ടാ. മോഹനേട്ടൻ പോയി പത്രം എടുത്ത് വായിച്ചു തുടങ്ങുമ്പോഴേക്കും ചായയുമായിട്ട് ഞാൻ റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ടാവും. രാവിലെ എല്ലാ വീട്ടിലും ആദ്യം ചായ ഉണ്ടാക്കും. നീ ഇവിടെ പച്ചക്കറി അറിഞ്ഞോണ്ടിരിക്കുന്നു. ഇങ്ങനെ തലതിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിന്റെ ജോലി ഒരിക്കലും തീരാത്തത്. എന്റെ ജോലി തീരാത്ത അതുകൊണ്ടല്ല മോഹനേട്ടാ. പിന്നെ വീട്ടിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കാനുള്ള മനസ്സില്ലാത്ത ഒരു ഭർത്താവാ എനിക്കുള്ളത്. അതുകൊണ്ടാ. മോഹനേട്ടാ, തർക്കം വേണ്ട. എത്ര തർക്കിച്ചാലും അവസാന ചായ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും. കഴിക്കാനും ഞാൻ തന്നെ ഉണ്ടാക്കണം. അവന് ചുമ്മാ ഇങ്ങനെ തർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചെല്ല്, ആ ഫോൺ എടുക്ക. ഓ, ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. ഒന്ന് ഫോൺ കൊടുക്കാമോ? കൊടുക്കാം. ഭാമേ, ഇപ്പോൾ വരും. ഭാമേ, ഹലോ. വക്കീലെ, ഞാൻ ബാഹുലേനാ, ലക്ഷ്മി സ്റ്റോഴ്സിലെ. ആ, ബാഹുലേൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കേസിന്റെ കാര്യം വല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോ സംസാരിക്കാട്ടോ. 10 മണി കഴിയുമ്പോഴേക്കും ഞാൻ വക്കീൽ ഓഫീസിലെത്തും. കേസിന്റെ കാര്യം അല്ലേ വക്കീലെ, എനിക്ക് മോഹനേഷ് സാറിന്റെ ഒരു സഹായം വേണം. എന്താ ബാഹുലേൻ ചേട്ടാ? ബാങ്കിൽ നിന്നൊരു ലോൺ ശരിയാക്കാൻ എനിക്കൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. അത്യാവശ്യമായിരുന്നു. അതിനെന്താ, നേരെ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നാ മതി. മോഹനേട്ടൻ അത് ശരിയാക്കി തരും. ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു, അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അപ്പൊ മോഹനേഷ് സാർ താലൂക്ക് ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാം. ബാഹുലേൻ ചേട്ടൻ ഇന്ന് തന്നെ ചെന്നാ മതി. ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാ, ആധാരത്തിലെ സർവേ നമ്പറിൽ ഒരു പെശകുണ്ട്. ഓ, അത് കാര്യമായ പ്രശ്നമൊന്നും അല്ല. സാറ് വിചാരിച്ച സർട്ടിഫിക്കറ്റ് തരാവുന്നേ ഉള്ളൂ. പക്ഷേ മോഹനേഷ് സാറ് ഭയങ്കര ചിട്ടക്കാരനാണെന്നാ എല്ലാരും പറയുന്നത്. ചിലപ്പോ സർട്ടിഫിക്കറ്റ് തരാതിരുന്നാലോ? വക്കീലൊന്നു പറയണം. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞ വക്കീൽ എന്നെ സഹായിച്ചേ പറ്റൂ. നിവൃത്തികേടുകൊണ്ടാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നോക്കട്ടെ. എങ്ങനെ പറയും മോനോട്ടോട്? നോട്ടുകളുടെ ദൗർലഭ്യം തുടരുന്നു. അത്യാവശ്യത്തിന് പണമില്ലാതെ നാട്ടുകാർ നക്ഷത്രമെണ്ണുന്നു. ATMകൾ ഇപ്പോഴും കാലി. പ്രതിസന്ധികൾ മൂർച്ഛിക്കുന്നു. കയ്യിലൊരു ATM കാർഡ് ഉണ്ടായാൽ എല്ലാമായി എന്ന് പറഞ്ഞു നടന്നവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടോ എന്തോ. മോഹനേട്ടാ, എന്താ പത്രത്തിൽ വിശേഷം? വിശേഷം എന്ന് പറയാൻ പറ്റില്ല. ഒരു വലിയ അപകടമുണ്ട്. ഉത്തർപ്രദേശത്തിൽ റെയിൽപാളം തെറ്റി 120 പേർ മരിച്ചു എന്ന്. അയ്യോ, കഷ്ടായിപ്പോയല്ലേ. എനിക്ക് ATM കാർഡില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് നീ കളിയാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ ATM കാർഡുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? ATM കാശുണ്ടെങ്കിലല്ലേ ആ പ്ലാസ്റ്റിക് കൊണ്ട് പ്രയോജനമുള്ളൂ. ATM പൈസ ഇല്ല എന്താ മോനട്ടാ? കടകളിൽ ഈ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചൂടെ? അതിനുള്ള മെഷീൻ അവിടെ ഉണ്ടാവും. മാധവൻകുട്ടിയുടെ പലചരക്കടയിലുണ്ടോ? ബഷീറിന്റെ പച്ചക്കറി കടയിൽ, പുഷ്കരന്റെ ബേക്കറിയിൽ, ജോണിക്കുട്ടിയുടെ ഇറച്ചിക്കടയിൽ? അല്ല, അവിടെ നിന്നൊക്കെയാണല്ലോ നമ്മളൊക്കെ സാധനം വാങ്ങാറുള്ളത്. അവിടെ ഒന്നുമില്ല. ടൗണിലെ വലിയ വലിയ കടകളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പൊ നല്ല തിരക്കുണ്ട്. അപ്പോ മാധവൻകുട്ടിയും പുഷ്കരനും ബഷീറും ജോണിക്കുട്ടിയും ഒക്കെ എങ്ങനെ ജീവിക്കും? നിലവിലുള്ള സകല വ്യവസ്ഥകളും തകർത്തുകൊണ്ട് മാറ്റം വരുത്താൻ നോക്കുന്നത് വിവരക്കേടാ. എല്ലാവർക്കും ജീവിക്കണ്ടേ? പിന്നെ മോനേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. അല്ല, അതായത് ഞാന് അത് വാസുകൂട്ട് നല്ലതാരാ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം വക്കീലെ. ഓ, വാസുകൂടെ രാവിലെ
വെറുതെ ഇതുവഴി പോയപ്പോ സാറിനെ കണ്ടൊന്ന് കേറിയെന്നേ ഉള്ളൂ. ഇന്നലെ വായനശാല വെച്ച് സാറിനെ പറ്റി ഭയങ്കര സംസാരമായിരുന്നു. എന്നെ പറ്റി? സാറിനെ പോലെ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർ ഈ നാട്ടിലുള്ളത് നാട്ടുകാരുടെ ഭാഗ്യമെന്ന് പുത്തമ്പുരക്കിലെ വേലായുധൻ ചേട്ടൻ. അപ്പൊ കൃഷി ഓഫീസിലെ ക്ലർക്ക് സുഗതം പറയുക, വേറെയും സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ എന്ന്. ഞാൻ ഉടനെ കയറി ഇടപെട്ടു. എന്റെ അറിവിൽ മോഹനേശ്വർ സാറിന്റെ അത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഈ നാട്ടിലെന്നല്ല കേരളത്തിൽ തന്നെ ഇല്ല എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അല്ല, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നല്ലാതെ. സാറ് ഇവിടെ തന്നെ ജോലിക്ക് വന്നത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. അത്രേ ഉള്ളൂ. ആ വാസുക്കുട്ടൻ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്തായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഉണ്ട് സർ. ഇന്ന് ഉച്ച കഴിഞ്ഞ് വില്ലേജ് വന്നിരിക്കും, ഞാനത് തന്നിരിക്കും. വലിയ ഉപകാരം സർ. പിന്നെ ഇന്നലെ വായനശാലയിൽ വെച്ചിട്ടുണ്ടായ സംസാരം വാസുക്കുട്ടൻ വേറെ ആരോടെങ്കിലൊക്കെ പറഞ്ഞായിരുന്നോ? 1-2 പേരോട് പറഞ്ഞു. അത്രേ ഉള്ളോ? അല്ല, ഇങ്ങനെയൊക്കെ എല്ലാരോടും പറഞ്ഞതിൽ എനിക്കൊരു വിരോധമില്ല. ഞാൻ പറയാം സർ. എന്നാ ഞാനങ്ങോട്ട് സൂക്ഷിച്ചു പോണം. ഒരുപാട് പേരോട് പറയാനുള്ളതാ. മിടുക്കൻ. മോഹനേട്ടൻ ഇത്ര വലിയ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു മോനേട്ടാ. എന്റെ ഈശ്വര, ഇത്രയ്ക്ക് മഹാനും സത്യസന്ധനുമായ ഒരു ഭർത്താവിനെ എനിക്ക് തന്ന നിനക്ക് 100,000 നന്ദി. ഒരു ഭാര്യയ്ക്ക് ഇതില് സന്തോഷമുള്ള വേറെ എന്ത് കാര്യം മോഹനേട്ടൻ ഉണ്ടാവുക? എന്റെ മനസ്സ് നിറഞ്ഞു. എന്റെയും വേറെ കാര്യമുണ്ട് ഭാമേ. കാര്യമായിട്ട് പറഞ്ഞാണോ അതോ കളിയാക്കിയതാണോ? നീ എന്നെ കളിയാക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ? കളിയാക്കുന്നു? എന്തിന്? അല്ല, സാധാരണ നീ എന്നെ പറ്റി നല്ലൊന്നും പറയാറില്ല. എന്ത് കാര്യം പറഞ്ഞാലും ഒന്നിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ കളിയാക്കും. അതുകൊണ്ട് ചോദിച്ചതാ. മോഹനേട്ടൻ ഈ നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനമാണെന്ന് മോഹനേട്ടൻ ഇപ്പോഴും പറയാറില്ലേ? അപ്പോ ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിരിക്കും. പക്ഷെ കണ്ണിന്റെ മുന്നിൽ നേരെ കണ്ട കാര്യം നിഷേധിക്കുന്നത് ശരിയാണോ? വാസുക്കുട്ടൻ വന്നതും മോഹനേട്ടനെ പറ്റി നല്ലത് പറഞ്ഞതും എല്ലാം എന്റെ മുന്നിൽ വെച്ചല്ലേ. പിന്നെ ഞാൻ എന്തിനാ എതിർക്കാൻ വരുന്നേ? വാസുക്കുട്ടൻ ഇപ്പോ ഇവിടെ വന്ന് പറഞ്ഞത് കൊണ്ട് നീ വിശ്വസിച്ചു. ഭാമേ, നീ കാണാതെ എത്രയോ പേരിങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ വന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതങ്ങനെ ആയിരിക്കുമല്ലോ. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ആളാണോ? ഓരോ ദിവസവും എത്ര പേർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശരിയാക്കി കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ആളുകൾ മോഹനേട്ടൻ ഓർക്കായിരിക്കുവോ? എനിക്കറിയാം. ഇത് ഇപ്പൊ നീ കളിയാക്കിയതാണോ? ഇതും എന്താ മോനോട്ട് ഇങ്ങനെ പറയണേ? ഞാനൊരു കാര്യം പറയുമ്പോ മോനോട്ട് ഇത്രയ്ക്ക് സംശയമാണോ? സാറേ, ഒന്ന് വിളിക്കണ്ട. മോഹനേട്ടനെ കൊണ്ട് എന്തോ കാര്യം സാധിപ്പിക്കാനായിട്ടുള്ള വരവാത്. നാട്ടുകാർക്കൊക്കെ എന്റെ മോഹനേട്ടനെ വേണം. ചെല്ലേ. നമസ്കാരം സാറേ. നമസ്കാരം. എന്താണ് ഉത്തമ രാവിലെ? സാറ് നമ്മുടെ പുഷ്പാകത ചേട്ടനെ കണ്ടിരുന്ന? എന്താ? നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താണ് സാറേ കാര്യം? മനസ്സിലായില്ല. അല്ല, ഇന്നലെ വൈകിട്ട് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ചായക്കടയിരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പുഷ്പാകത ചേട്ടൻ പറയുകയാണ്, കെ മോനേഴ് സാറ് സ്ഥലം മാറിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. എന്താണ് കാര്യമെന്ന് ഞാൻ പുഷ്പാകത ചേട്ടനോട് ചോദിച്ചു. അപ്പൊ ഒരുമാതിരി ഈ ഒഴിവ് കഴിവ് പറഞ്ഞങ്ങ് പോയി. എനിക്ക് അപ്പൊ തന്നെ പിടികിട്ടി സാറേ, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താണ് കാര്യം? എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ജാതി സർട്ടിഫിക്കറ്റിനായി പുഷ്പാങ്കദൻ ചേട്ടൻ ആഫീസിൽ വന്നിരുന്നു. പറ്റുന്നിടത്തോളം നേരത്തെ കൊടുക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തതാണ്.
അപ്പൊ പിന്നെ പുള്ളിക്കാരന്റെ സ്ഥിരം പണി കാണിച്ചതായിരിക്കും. മര്യാദയ്ക്ക് നടക്കുന്നവരെ പറ്റി വായി തോന്നിയത് വിളിച്ചു പറയുന്ന ശീലം ഇയാൾക്ക് പണ്ടേ ഉള്ളതാ. അത് പോട്ടെ, ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞതായിരിക്കും. എന്നാലും ഉത്തമ, മോഹനേട്ടനെ പോലെ ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടല്ലേ? നമ്മുടെ നാട്ടുകാർ മോഹനേട്ടനെ പോലെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലനെ ഉത്തമൻ അറിയാലോ ഇല്ലേ? സത്യപാലൻ തലക്കുളം വില്ലേജിലാണ്. എന്തോ ഒരു കാര്യത്തിന് അവിടുത്തെ വില്ലേജ് ഓഫീസർ എടുത്തിരുന്നപ്പോ വില്ലേജ് ഓഫീസർ കൈക്കൂലി ചോദിച്ചു. അന്ന് സത്യപാലൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? മോഹനകൃഷ്ണൻ സാറിനെ പോലൊരു വില്ലേജ് ഓഫീസർ തലക്കുളത്തുകാർക്ക് ഇല്ലാതായി പോയല്ലോ എന്ന്. അത്രേ സത്യസന്ധനായ മോഹനേട്ടനെ പറ്റി ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞ പുഷ്പാംഗത ചേട്ടൻ അനുഭവിക്കും. ഇതെന്താണ് സാറേ വക്കീല് പതിവില് ഇത്ര കാര്യമായിട്ട് പോഴ്ത്തുന്നത്? പറയാതെ പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ഒരുപക്ഷെ നമ്മൾ വിശ്വസിച്ചൊന്നും വരില്ല. പക്ഷെ നേരിട്ട് കണ്ടതിനും കേട്ടതിനും ശേഷം പിന്നെ വിശ്വസിക്കാനായിട്ട് എന്താ കാര്യം? എന്തായാലും പുഷ്പാംഗത ചേട്ടന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഞാൻ സ്ഥലം മാറിപ്പോയി കഴിയുമ്പോ പുതിയ വില്ലേജ് ഓഫീസർ വരുമല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് പുഷ്പാംഗത ചേട്ടൻ വാങ്ങിച്ചെടുത്തോട്ടെ. അതല്ലേ വേണ്ടത്? ഇതിവിടെ വന്ന് പറയണ്ടായിരുന്നു. ഇതിപ്പോ പുഷ്പാംഗത ചേട്ടന് ജോലിയാവും. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണം. എന്താണ്? മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ സ്റ്റേഷനറിക്കട നടത്തുന്ന ആ ബാഹുല്യം ചേട്ടൻ ഉത്തമൻ അറിഞ്ഞൂടെ? പിന്നെ എനിക്കറിയാം, മറ്റേ താടി വെച്ച അത് തന്നെ. ബാഹുല്യം ചേട്ടന് ഒരു കൈവശാവായ സർട്ടിഫിക്കറ്റ് വേണം. ഇന്നലെ ഉച്ചകഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് മോഹനയുടെ താലൂക്ക് ഓഫീസിൽ പോയിരുന്നോണ്ട് അവർ തമ്മിൽ കണ്ടില്ല. ഈ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ആധാരത്തിലെ സർവേ നമ്പറിൽ എന്തോ ഒരു നിസാര പ്രശ്നമുണ്ട്. മോഹനയുടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല. ഈ കുറച്ചു മുന്നേ ബാഹുല്യം ചേട്ടൻ എന്നെ വിളിച്ചു, ഒന്ന് ശുപാർശ ചെയ്യോ എന്ന് ചോദിച്ചു. മോഹനയുടെ സ്വഭാവം ഉത്തമൻ അറിഞ്ഞൂടെ? ഞാനിപ്പോലെ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ പേരില് മോഹനയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കായിരിക്കും. ബാഹുലയൻ ചേട്ടൻ നേരിട്ട് വന്നു കണ്ട് മോഹനോടൊരു കാര്യം പറഞ്ഞാൽ നല്ലതെന്ന് അപ്പൊ എനിക്ക് തോന്നി. രാവിലെ നമ്മുടെ വാസുക്കുട്ടം വന്ന് നല്ല ഘനത്തിൽ മോഹനേട്ടനെ പോഴ്ത്തിയത് ഞാൻ നേരിട്ട് കണ്ടതാ. വാസുക്കുട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ തരാം എന്ന് മോഹനേട്ടപ്പ പറഞ്ഞു കളഞ്ഞു. പക്ഷേ സാറിനെ പറ്റി മോശമായിട്ട് പറഞ്ഞ പുഷ്പാംഗ ചേട്ടന് സർട്ടിഫിക്കറ്റ് കൊടുക്കൂല എന്നിപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. അതെ. അപ്പോ ബാഹുലയൻ ചേട്ടൻ വന്ന് പുകഴ്ത്തിയ കാര്യം നടക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉത്തമൻ അത്യാവശ്യമായിട്ട് ബാഹുല്യം ചേട്ടനെ ഒന്ന് കാണണം ഇപ്പൊ തന്നെ. ഞാനിപ്പോ എന്തു വേണമെന്നാ ഉത്തമൻ പറയുന്നത്? അയ്യോ, സംഗതി നിസ്സാരമാണ്. ഈ മോഹനേട് സാറേ ആളൊരു സത്യസന്ധനാണ്, മാന്യനാണ്, മദ്യപാനമില്ല, പുകവലിയില്ല, കൈക്കൂലിയില്ല, ആർഭാടമില്ല, ദൂർത്തില്ല, എല്ലാം കൊണ്ടൊരു നല്ല മനുഷ്യൻ. പക്ഷേ പുള്ളിക്കാരനൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? മോഹനേട് സാറിനെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞാ പുള്ളിക്കത് വലിയ സന്തോഷ. അതിപ്പോ എനിക്കും അങ്ങനെ തന്നെയാ. അതുപോലെ അല്ല ഇത്, കുറച്ച് കട്ടിക്കങ്ങ് പറയണം. അങ്ങനെ പറയുന്നവരോട് പുള്ളിക്കൊരു പ്രത്യേക വാത്സല്യം തോന്നും. എന്ന് വെച്ച് അതിനുവേണ്ടി ചെയ്യാൻ പാടില്ലാത്തതൊന്നും മോഹനേട് സാറ് ചെയ്യേയില്ല. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. ഞാനിപ്പോ എന്തു പറയണം ഉത്തമ? അത് പറ. അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നലെ വില്ലേജ് ഓഫീസിലെ അപേക്ഷയുമായി ചേട്ടൻ ചെന്ന കാര്യം മോഹനേട് സാറെ അറിയാത്ത സ്ഥിതിക്ക് ബാഹുലയും ചേട്ടന് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലാം. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വളഞ്ഞ വഴിയിൽ സാറിനെ പുകഴ്ത്തണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാവൂ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്ന കൂട്ടത്തില് ആ സർവേ നമ്പറിന്റെ പെശക് കൂടെ സൂചിപ്പിക്കണം. അപ്പോഴത്തെ ഒരു സന്തോഷത്തില് സർവേ നമ്പറിലെ പെശക് സാറ് ശ്രദ്ധിക്കൂല. അത് സമ്മതിച്ചു. ഇനിയിപ്പൊ സാറിന് പുകഴ്ത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് സാറുമായി വലിയ അടുപ്പം ഇല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. അതൊക്കെ ഉത്തമം പറഞ്ഞു തന്നാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. മോഹനേട്ടാ, ഇതാ ചോറ്റുപാത്രം.
മണി 9:25 ആയുള്ളൂ. മോഹനേട്ടൻ ഇത്ര നേരത്തെ ഇറങ്ങുന്നേ? ഞാൻ ഇറങ്ങിയില്ലല്ലോ, ഇവിടെ നിൽക്കുകയല്ലേ. അതെ, പക്ഷെ മോഹനേട്ടന്റെ ഭാവം കണ്ടപ്പോ നേരത്തെ ഇറങ്ങാന്ന് കരുതി. ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നു എന്നതുകൊണ്ട് നിനക്ക് ദോഷമൊന്നും വരാനില്ലല്ലോ. അല്ല, മോഹനേട്ടൻ ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണെന്നാണല്ലോ ആളുകളൊക്കെ പറയണത്. ഇപ്പൊ മോഹനേട്ടൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വഴി കാണുന്ന ആളുകളൊക്കെ എന്താ വിചാരിക്കുക? ഓരോ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോ മോഹനേട്ടൻ കൃത്യസമയമില്ലേ? ആ സമയത്തിന്റെ 5 മിനിറ്റോ 10 മിനിറ്റോ മുന്നേ മോഹനേട്ടൻ പോയാൽ അവര് ചോദിക്കും, അയ്യോ ഇതെന്തു പറ്റി? മോഹനേഷ് സാറല്ലേ അത്? മോഹനേഷ് സാറിന്റെ വാച്ച് തെറ്റാണോന്നൊക്കെ. അത് മാത്രമല്ല, മോഹനേട്ടന് കൃത്യം 9:38 ഇവിടുന്ന് ഇറങ്ങുന്നത് എന്നറിയാവുന്ന ആരെങ്കിലും മോഹനേട്ടനെ കാണാനായിട്ട് 9:35 ഇവിടെ വന്നിരിക്കട്ടെ. മോഹനേട്ടൻ ഓഫീസിൽ പോയിന്ന് ഞാൻ പറയുമ്പോ അവൻ എന്തായിരിക്കും മോഹനേട്ട കരുത്? മോഹനേട്ടൻ സമയം പാലിച്ചില്ല എന്നല്ലേ? നിനക്ക് സമയത്തിന്റെ കാര്യത്തിലൊക്കെ ഇത്ര കൃത്യത വന്നത് എപ്പോഴാണ്? അല്ല, ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശീലിക്കുന്നത്. അങ്ങനെയല്ല, വാസുകുട്ടൻ വന്ന് മോഹനേട്ടത്തെ പറ്റി പറയുന്നൊക്കെ കേട്ടപ്പോഴാണ് ഈ നാട്ടുകാരുടെ മനസ്സിൽ മോഹനേട്ടൻ ആരാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. നാട്ടുകാർ ഇത്രത്തോളം ബഹുമാനിക്കുമ്പോ മോഹനേട്ടന്റെ സൽപ്പേരിന് ഒരു ദോഷവും വരാതെ നോക്കേണ്ട ബാധ്യത എന്റേതല്ലേ? ഈ പുഷ്പാങ്ങുന്ന ചേട്ടനെ പോലുള്ള ശത്രുക്കൾ മോഹനേട്ടനെ കുറ്റപ്പെടുത്താൻ ഒരു കാരണം നോക്കിയിരിക്കുക. നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കാനേ പാടില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പോയി നോക്ക്. മോഹനേട്ടൻ ചെന്ന് നോക്കിയാ മതി. കൃത്യം 9:27 ആയപ്പോഴേക്കും ആഫീസിൽ പോകാനായിട്ട് മോഹനേട്ടൻ ഒരുങ്ങി കഴിഞ്ഞു. നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. എന്റെ ഈശ്വര, ബാഹുലേൻ ചേട്ടനായിരിക്കണേ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് ബാഹുലേൻ. എന്റെ പേര് കെ മോഹനകൃഷ്ണൻ. എനിക്ക് ടൗണിലൊരു സ്റ്റേഷനറി കടയുണ്ട്. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. അറിയാം സാർ. സത്യത്തിൽ ഞാൻ സാറിനെ നേരിട്ട് കാണാതിരിക്കുകയായിരുന്നു. അത്രമാത്രം ഞാൻ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ ടൗണിലെ കട തുടങ്ങിയിട്ട് 1-2 വർഷമേ ആയിട്ടുള്ളൂ. അന്ന് മുതൽ കടയിൽ വരുന്നവരൊക്കെ സാറിനെ പറ്റി പറയും. ഇതുപോലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ നാട്ടിലുണ്ടെന്ന് ആരും വിശ്വസിക്കില്ലെന്ന്. ഞാൻ ഇവിടെ ജോലിക്ക് വരുന്ന കാലത്ത് ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും വിശ്വസിക്കും. കാരണം അവർക്കൊക്കെ എന്നെ പരിചയമായല്ലോ. അത് ശരിയാ സാർ. ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാകുമ്പോ സാറിന് മാത്രമേ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ. ഇതെങ്ങനെ സാധിക്കുന്നു സാർ? പേര് എന്താ പറഞ്ഞേ? ബാഹുലേൻ. ആ, ബാഹുലേൻ ചേട്ടാ, ഞാൻ ഒരു ഗാന്ധിയനാണ്. ഗാന്ധിയന്മാർ സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണ്. അവർ കള്ളം പറയുകയോ കള്ളം പ്രവർത്തിക്കുകയോ ചെയ്യില്ല. ബാഹുലേൻ ചേട്ടൻ അറിയാമോ? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം 5-ാമത്തെ വയസ്സിന് ശേഷം ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന്. ആ ഗാന്ധിജിയെ മാതൃകയാക്കി ജീവിക്കുന്ന എനിക്ക് അസത്യം പറയാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃഷി ആഫീസിന്റെ കിഴക്ക് ഭാഗത്തായി ബാഹുലേൻ ചേട്ടനുള്ള 30 സെന്റ് ഭൂമിയുടെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കെ മോഹനകൃഷ്ണൻ എന്ന ഞാൻ തരില്ല. അയ്യോ സാറേ. ബാഹുലേൻ ചേട്ടൻ ഇന്നലെ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത അപേക്ഷ ഞാൻ കണ്ടു. കണ്ടായിരുന്നോ? അതിലെ ആധാരത്തിലുണ്ടായിരുന്ന സർവേ നമ്പരും തണ്ടപ്പേ രജിസ്റ്ററിലെ സർവേ നമ്പരും തമ്മിൽ വ്യത്യാസമുള്ളിടത്തോളം കാലം എന്തൊക്കെ വളഞ്ഞ വഴി ഉപയോഗിച്ചാലും ഇനിയിപ്പോ എന്നെ അങ്ങ് പുകഴ്ത്തിയാലും ഇനി ഞാൻ ഗാന്ധിജിയേക്കാൾ വലിയ ആളാണ് എന്ന് പറഞ്ഞാലും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. വക്കീല് പറഞ്ഞു വിട്ടല്ലേ ഉത്തമന്? ഉത്തമൻ പറഞ്ഞതുപോലൊക്കെയാ ഞാൻ പറഞ്ഞത്. പക്ഷെ സാറിന് കാര്യം മനസ്സിലായല്ലോ വക്കീലെ. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സർവേ നമ്പർ എന്തായാലും തിരുത്തണം, വേറെ വഴിയൊന്നുമില്ല. ഒരുപാട് അത്യാവശ്യം ഉണ്ടായിരുന്നു വക്കീലെ. ആധാര നമ്പർ തിരുത്തി വരുമ്പോഴേക്കും സമയം ഒരുപാട് പോവും. എന്റെ ഗതികേടാ ഞാൻ പറയുന്നത്.
ബാഹുലൻ ചേട്ടൻ തൽക്കാലം പോ. ഇനിയിപ്പോ മോഹനോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സംസാരിച്ചു നോക്കട്ടെ. ഓ ശരി വക്കീലെ. മോഹനേട്ടൻ ഇറങ്ങിയോ? ഇതേ ചോദ്യം തന്നെയല്ലേ നീ കുറച്ചു മുമ്പും ചോദിച്ചത്? എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? അല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഈ ചോറ്റുപാത്രം നീ എവിടെ നിന്നാണ് വാങ്ങിയത്? എന്താ? ഈ ചോറ്റുപാത്രം നീ എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന്. അത് ടൗണിൽ എവിടെയോ. ടൗണിൽ എവിടെ നിന്ന്? അതല്ല, അതെ, ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലുള്ള ബാഹുലയൻ ചേട്ടന്റെ കടയിൽ നിന്ന്. അന്ന് നീ ബാഹുലയൻ ചേട്ടനെ പറ്റി വാതോരാതെ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? നല്ല മനുഷ്യൻ, സത്യസന്ധൻ, എല്ലാവരോടും സ്നേഹമായി പെരുമാറാൻ അറിയാവുന്ന ഒരാൾ എന്നൊക്കെ. അങ്ങനെയുള്ള ബാഹുലയൻ ചേട്ടൻ ഇന്നലെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിലുള്ള അപേക്ഷ വില്ലേജ് ഓഫീസിൽ കൊടുത്തു എന്ന് കാഞ്ചന പറഞ്ഞപ്പം മുതൽ നിന്റെ വക ഒരു ശുപാർശ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നീ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളതായി പോലും ഭാവിച്ചില്ല. പക്ഷേ പെട്ടെന്ന് നീ എന്നെ പുകഴ്ത്തി തുടങ്ങിയപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി, എന്തോ വരുന്നുണ്ടെന്ന്. 9:35 എന്നെ കാണാൻ ആരെങ്കിലും വന്നാലോ എന്ന് നീ ചോദിച്ചപ്പോഴേ അത് ബാഹുലയൻ ചേട്ടനാണ് എന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ പുകഴ്ത്തി സംസാരിക്കാൻ നീ ബാഹുലയൻ ചേട്ടനെ ഫോൺ ചെയ്ത് പറഞ്ഞത് എപ്പോഴാണ്? അയ്യോ, അത് ഞാനല്ല പറഞ്ഞത്, ഉത്തമനെ കൊണ്ട് പറയിക്കുകയാ ചെയ്തത്. അയ്യോ, ആമേ, നിന്റെ ഭർത്താവ് ഒരു സത്യസന്ധനും മാന്യനും മാത്രമല്ല, ഒരു ബുദ്ധിമാൻ കൂടിയാണെന്നുള്ള കാര്യം നീ മറന്നുപോയി. ഏതെങ്കിലും ഒരാൾ വന്ന് എന്നെ പുകഴ്ത്തി എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുന്ന പാടെ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ മോഹനകൃഷ്ണൻ സാർ എങ്ങനെ സത്യസന്ധനായി മാറും? അല്ല, ഈ ബാഹുലയൻ ചേട്ടന്റെ കാര്യം ചെയ്യാവുന്നല്ലേ മോഹനേട്ടൻ വിചാരിച്ച? അതെ, ഞാൻ വിചാരിക്കായിരുന്നു. പക്ഷേ അതിനിടയിൽ നീ അതിബുദ്ധി കാണിച്ചു. അയ്യോ, സോറി മോനേട്ടാ. ബാഹുലയൻ ചേട്ടനോട് വ്യാഴാഴ്ച വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞേക്കൂ. മോഹനേട്ടൻ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, ഒരു ഭയങ്കരനാണ്. ഭയങ്കരൻ. വില്ലേജ് ഓഫീസർ പോലീസുകാരനോ മനഃശാസ്ത്രജ്ഞനോ ആകേണ്ട ആളായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവും. മോഹനകൃഷ്ണൻ അങ്ങനെ പലതുമാണ്. പലതുമായിരിക്കുമ്പോൾ തന്നെ ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഈ മഹാന് അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.